ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്ര നേരം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നേ. നീ എന്താ വിളിക്കാൻ താമസിച്ചേ? നിനക്ക് ഇങ്ങോട്ടും വിളിക്കായിരുന്നല്ലോ. അവിടുത്തെ കാര്യമൊന്നും എനിക്കറിയില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ വിളിക്കാതിരുന്നത്. ആ, ഇവിടെ ഞാൻ പറയുന്നതിനപ്പുറം ഒരാളും പോവില്ല. അല്ല, അവിടെ നിന്റെ അമ്മയുടെ അവസ്ഥ എന്തായി? പള്ളിയിലച്ഛനെ അന്ത്യകൂദാശിക്ക് വിളിക്കേണ്ടി വരുമോ? പോ ശിവ അവിടുന്ന്. എന്റെ അപ്പനും അമ്മച്ചിക്കും ഒക്കെ 100 ആയുസാ. എന്തിനാടി നിന്റെ അപ്പനൊക്കെ 100 ആയുസ്? മിക്കവാറും എന്റെ കൈ കൊണ്ട് തന്നെ അങ്ങേര് പള്ളിക്കലറെ കയറേണ്ടി വരും. അമ്മാതിരി വെറുപ്പിക്കലല്ലേ നടക്കുന്നത്. എന്റെ ശിവ, നീ അങ്ങനെയൊന്നും പറയാതെ. അപ്പന്റെ അമ്മച്ചിയുടെ അനുഗ്രഹത്തോടെ നമ്മുടെ മിന്നുമായിട്ട് നടക്കും. അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. ആ, അത് മിക്കവാറും അവിടെ ഒളിഞ്ഞു കിടക്കത്തേ ഉള്ളൂ. ആ, പിന്നെ ചോദിച്ചില്ല, നിനക്കവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കിവിടെ എന്ത് കുഴപ്പാ? എന്തൊക്കെ കാണിച്ചാലും ഇവിടെയുള്ളവര് എന്റെ അപ്പനും അമ്മച്ചിയും കൂടപ്പിറപ്പൊക്കെ അല്ലേ. അവര് ചിലപ്പോ വഴക്ക് പറയും, ചിലപ്പോ തല്ലും. അത് അവരുദ്ദേശിക്കുന്ന രീതിയിൽ പോവാൻ വേണ്ടിയല്ലേ. പിന്നെ ഇങ്ങനെ ഒരു താന്തോന്നിയെ പ്രണയിച്ചു പോയതുകൊണ്ട് ഇനി എന്റെ അവസ്ഥ അങ്ങോട്ട് എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിപ്പോ ഇവിടെ ഒരു കുഴപ്പമില്ല. ഇല്ലാണ്ടി, ഡേവിസ് എത്തിയിട്ടില്ല. ഉടനെ എത്തുന്ന പറഞ്ഞിരിക്കുന്നേ. ആന്റി, ഡേറ്റിന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശിവ, ഒരു മിനിറ്റ്. ഹലോ. എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഹലോ. അങ്കിൾ, എന്താണ് നീ വൈകിയേ? അവള് വിളിച്ചിരുന്നു, നീ ഇവിടെ എത്തിയോന്നും ചോദിച്ചോണ്ട്. എന്താ, വരുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറിയോ? ഏയ്, ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക്. ഓ, ഹലോ. എടി ഡേസി, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ വിളിക്കാം. എന്താ? ഞാൻ വിളിക്കാന്ന്. ഹലോ ഹലോ. കട്ട് ചെയ്തു. അങ്കിള് പിന്നെയും കേറി തടിച്ചു. നീ അപ്പൊ തടി കുറച്ചു. തടി കുറച്ചൊന്നും അല്ല, അങ്കിളിന്റെ സൂസുമയെ മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ല. അമ്മയായി പോയില്ലേ, വല്ലൊന്നും പറയാൻ പറ്റുമോ?